വേണ്ടി വന്ന ആളുകളുടെ സലാമിൻ്റെ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവവും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എള്ളിലെണ്ണ പോൽ കള്ളിൽ ലഹരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ അല്ലയെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ അല്ലയെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ കോതിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നിനച്ചിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമാണല്ലാഹ് നരകമല്ലടോ, സ്നേഹമാണവനറിയടോ. മധുരത്തെ നിന്നെ കൈപ്പൂരസമെന്ന് പറയും വേഠിയെ വെടിയടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോടുള്ള ഒരു അടിമയുടെ ഉത്തരവാദിത്ത നിർവഹണത്തിന് അവസാനത്തെ ഭാഗം വിശദീകരിക്കുന്നു. അള്ളാഹ് നീയല്ലാതൊരു ഇലാഹില്ല. അവിടെ മുറിച്ചില്ല. അടുത്തത് പറഞ്ഞു, നിന്റെ പ്രവാചകരാണ് മുഹമ്മദ് മുസ്തഫ നിന്റെ ഹബീബ്. അള്ളാഹുവിന്റെ ഹബീബിനെ പറയാതെ, പ്രേമിക്കാതെ, ഇഷ്ടപ്പെടാതെ എങ്ങനെ നമ്മൾ പൂർണ്ണരാവും? എന്തുകൊണ്ട് നമ്മൾ ഹബീബിനെ സ്നേഹിക്കണം? എന്താണ് ഹബീബിനെ സ്നേഹിക്കുന്നതിൻ്റെ ഉപാധി? അതിനൊരു കാരണമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ എല്ലാം കൊണ്ടും സ്നേഹിക്കുക എന്നിങ്ങനെ പഠിക്കുക എന്നല്ലാതെ അതിനൊരു കാരണമുണ്ടല്ലോ. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് അള്ളാഹുവിൻ്റെ വലിയ രഹസ്യമാണ്. ആ കാരണത്തിന് അള്ളാഹു താല എങ്ങനെ പറഞ്ഞു? ഹുവൽ ഹബീബ്, അത് അള്ളാഹുവിൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ നല്ലൊരു വാക്യം ഏതാണ്? റസൂൽ എന്ന് പറഞ്ഞാൽ അതിന് പരിധിയുണ്ട്.
കാരണം 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. നേതാവ് എന്ന് പറഞ്ഞാൽ അതിനുമുണ്ട് പരിധി. പക്ഷേ പരിധിയില്ലാത്ത ഒരേ ഒരു വാക്ക് അല്ലാഹു തആല അവൻ്റെ സൃഷ്ടിയായ ഒരാളെ കുറിച്ച് മാത്രം അടുപ്പിച്ച് പറഞ്ഞ വാക്ക് ഹബീബുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബേ, അങ്ങ് ആരാണ്? അങ്ങ് പ്രകാശമാണല്ലോ നബിയെ. ഏതു പ്രകാശം? പ്രകാശമില്ലായ്മയിൽ ഉണ്ടാകുന്ന തീ, ആ തീയിൽ നിന്ന് അകന്ന പ്രകാശമാണല്ലോ നബിയെ. അങ്ങില്ലാത്തിടം തീയാണല്ലോ. അങ്ങ് നാറിൽ നിന്നും ഒഴിഞ്ഞ നൂറാണ്. നൂറ് എന്ന് പറഞ്ഞാൽ നാറില്ലാത്തിടമാണല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എന്ന് പറയുന്ന പ്രകാശത്തിന്റെ ഏറ്റവും വലിയ ഫന്ന് തന്നെ അതാണ്. നമ്മുടെ തുടക്കം അതിലൂടെ തുടങ്ങും. നമ്മുടെ തുടക്കം അവിടെ നിന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രകാശത്തിൻ്റെ ഗരിമയുടെയും അതിൻ്റെ സൗന്ദര്യത്തിൻ്റെയും ഗീതിയിലൂടെയാണ് പ്രണയത്തിൻ്റെ വീതികൾ ഒഴുകുന്നത്. അതല്ലാതൊരു മാർഗമില്ല. കമ്മിയാക്കണ്ട, ഒരേ ലെവലിട്ടുള്ളൂ കേട്ടോ, സൗണ്ട് കമ്മിയാക്കരുത്. നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ. നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ. നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം താ പ്രപഞ്ച പ്രഭുവേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം താ പ്രപഞ്ച പ്രഭുവേ. നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ. നാലു ദിക്കും നിറയുന്ന ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം താ പ്രപഞ്ച പ്രഭുവേ. മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം താ പ്രപഞ്ച പ്രഭുവേ. അസർ ബശറിൽ മറച്ച കമാലും നബി, സിർറ് സിർറി മഹാമകമാണി മഹി. അസർ ബശറിൽ മറച്ച കമാലും നബി, സിർറ് സിർറി മഹാമകമാണി മഹി. മികൈന്തുള്ളതോ യാ നബി, ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി, ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി, ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി. വശമുള്ളോരടുക്കൽ വരും സയ്യിദി. മർഹബ യാ മുസമ്മിൽ
മസ്തകം ത പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം ത പ്രപഞ്ച പ്രഭുവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ 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 നാലു ദിക്കും നിറൈந்த ഹബീബേ നാല് ദിക്കും നിറൈந்த ഹബീബേ നാലു ദിക്കും നിറൈந்த ഹബീബേ നാല് ദിക്കും നിറൈந்த ഹബീബേ നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം ത പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം ത പ്രപഞ്ച പ്രഭുവേ അലമുലൗകിൽ തളിന്ത ളുഹൂറേ നബി കലിമ ശജറിൽ കുലൈന്നുള്ള മധുരക്കനി അലമലൗകിൽ തെളിந்த ളുഹൂറേ നബി കലിമ ശജറിൽ കുലൈന്നുള്ള മധുരക്കനി കുർസിൽ മികൈന്തുള്ളതോ യാ നബി അർശ് 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 കോരിൽ കലൈന്തുള്ളതോ യാ ഹബീബ് മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം ത പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം ത പ്രപഞ്ച പ്രഭുവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ ദിക്കും നിറൈந்த ഹബീബേ നാല് ദിക്കും നിറൈந்த ഹബീബേ നാലു ദിക്കും നിറൈந்த ഹബീബേ നാല് ദിക്കും നിറൈந்த ഹബീബേ നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം ത പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം ത പ്രപഞ്ച പ്രഭുവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ ആ പ്രകാശം രഹസ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാനുള്ളൊരു കാഴ്ച അള്ളാഹു തആല നമുക്ക് തരും. അതെങ്ങനെ തരും? ദുനിയാവിൽ അള്ളാഹും ഹബീബും അല്ലാത്ത ഒന്നുമില്ലല്ലോ. എല്ലാറ്റിലും ആരുണ്ട്? മുഹമ്മദിയത്തിന്റെ മനോഹരമായ ആ ചാവിയെ അള്ളാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കത്താണ്. ദുനിയാവിൽ കാണുന്നതെല്ലാം അള്ളാഹുവിൻ്റെ കത്താണ്. അത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്ക് പ്രേമലേഖനമാണ് എന്നാണ്. എന്താ അതിന് കാരണം? ഇതിലെല്ലാം അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. ഈ പൂവിലും അള്ളാഹുവിൻ്റെ ഹബീബുണ്ട്, അള്ളാഹുണ്ട്. അത് വലിയ രഹസ്യമാണ്. പക്ഷേ ആ അള്ളാഹിനെ നമ്മൾ എങ്ങനെ കാണും? അതിന് ഒരേ ഒരു മാർഗമാരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഹബീബിനെ സ്നേഹിക്കുക. ഹു എന്ന് പറയുന്നത് ഒരു പൂട്ട് പോലെയാണ്, മീമിനെ ചാവി പോലെയാണ് അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പൂട്ട് തുറക്കാൻ മുഹമ്മദ് എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മീമിനെ പുൽക്കണം. അതിനെ പുൽകിക്കഴിഞ്ഞാലോ പിന്നെ ആനന്ദമാണ്, അതിരില്ലാത്ത പരമാനന്ദമാണ്. അതെങ്ങനെ ലഭിക്കും? ഒരു കാറ്റടിക്കുമ്പോൾ മനസ്സിലാകും ഇത് റീഹ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
പ്രകാശത്തെ കാണും മനസ്സിലാക്കും, ഇതിലും എൻ്റെ ഹബീബുണ്ടല്ലോ, കടലിലും ഹബീബുണ്ടല്ലോ, കരയിലും ഹബീബുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഴ പെയ്താലും അങ്ങനെ, ഒരു പക്ഷെ നമുക്ക് നനവായിരിക്കാം, പക്ഷെ ഓരോ തുള്ളിയിലും എൻ്റെ ഹബീബിൻ്റെ നൂറാനിയത്താണല്ലോ എന്ന് മനസ്സിലാക്കുന്ന ആരിഫീങ്ങളിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രേമമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഴ പെയ്താലെണ്ണമറ്റ തുള്ളികൾ, ഒരു മഴ പെയ്താലെണ്ണമറ്റ തുള്ളികൾ, അതിലെല്ലാം നിറഞ്ഞത് ത്വാഹ മുഹമ്മദ്, അതിലെല്ലാം നിറഞ്ഞത് ത്വാഹ മുഹമ്മദ്. സബബും നുസൂലെന്ന രഹസ്യത്തെ തേടുമ്പോൾ നൂറല്ലാതെ എന്താണുള്ളത്, അതിലെല്ലാം മുഹമ്മദ്, ത്വാഹ മുഹമ്മദ്, മുഹമ്മദ്. ഒരു മഴ പെയ്താൽ, ഒരു മഴ പെയ്താൽ എണ്ണമറ്റ തുള്ളികൾ, ഒരു മഴ പെയ്താൽ എണ്ണമറ്റ തുള്ളികൾ, അതിലെല്ലാം നിറഞ്ഞത് ത്വാഹ മുഹമ്മദ്, അതിലെല്ലാം നിറഞ്ഞത് ത്വാഹ മുഹമ്മദ്. അലിഫിന്റെ അമ്പര ചുംബിയിൽ റഹ്മത്തിൻ വജ്രത്തിളക്കം നബി, അത് അല്ലാഹുവിന്റെ സ്നേഹപതി. കാറ്റും മുഹമ്മദ്, കടലും മുഹമ്മദ്, കരയിൽ മുഹമ്മദ്, കനികൊല്ലും മുഹമ്മദ്. കാറ്റും മുഹമ്മദ്, കടലും മുഹമ്മദ്, കരയിൽ മുഹമ്മദ്, കനികൊല്ലും മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഴ പെയ്താൽ, ഒരു മഴ പെയ്താൽ, ഒരു മഴ പെയ്താൽ എണ്ണമറ്റ തുള്ളികൾ, ഒരു മഴ പെയ്താൽ എണ്ണമറ്റ തുള്ളികൾ, അതിലെല്ലാം നിറഞ്ഞത് ത്വാഹ മുഹമ്മദ്, അതിലെല്ലാം നിറഞ്ഞത് ത്വാഹ മുഹമ്മദ്. മീമാൽ മോതിരം റഹ്മാൻ റഹീമിലും മുത്തേ നബി, അല്ലാഹുവിന്റെ സ്നേഹപതി. അഗമേ മുഹമ്മദ്, അറിവേ മുഹമ്മദ്, അളവേ മുഹമ്മദ്, അലിവിൽ മുഹമ്മദ്. അഗമേ മുഹമ്മദ്, അറിവേ മുഹമ്മദ്, അളവേ മുഹമ്മദ്, അലിവിൽ മുഹമ്മദ്. സെലിവേ മുഹമ്മദ്, ഒളിവേ മുഹമ്മദ്, വെളിയിൽ മുഹമ്മദ്, വെളിവിൽ മുഹമ്മദ്. തെളിവേ മുഹമ്മദ്, ഒളിവേ മുഹമ്മദ്, വെളിയിൽ മുഹമ്മദ്, വെളിവിൽ മുഹമ്മദ്. കാറ്റും മുഹമ്മദ്, കടലും മുഹമ്മദ്, കരയിൽ മുഹമ്മദ്, കനികൊല്ലും മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഴ പെയ്താൽ, ഒരു മഴ പെയ്താൽ, ഒരു മഴ പെയ്താൽ, ഒരു മഴ പെയ്താൽ എണ്ണമറ്റ തുള്ളികൾ, ഒരു മഴ പെയ്താൽ എണ്ണമറ്റ തുള്ളികൾ, അതിലെല്ലാം നിറഞ്ഞത് ത്വാഹ മുഹമ്മദ്, അതിലെല്ലാം നിറഞ്ഞത് ത്വാഹ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ബിസ്മിലേക്ക് കടക്കാം.
അപ്പൊ ചോദിക്കും ബിസ്മി തുടക്കത്തിലല്ലേ, ബിസ്മി മധ്യത്തിലാണോ? ബിസ്മി തുടക്കത്തിലല്ലേ എന്ന് ചോദിച്ചാൽ ബിസ്മി തുടക്കത്തിലാണ് ചെല്ലേണ്ടത്. പക്ഷെ ബിസ്മി വന്നത് തുടക്കത്തിലല്ല. ബിസ്മി വന്നത് എപ്പോഴാണ്? അതൊരു രഹസ്യമാണ്. അപ്പൊ ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിന് സൗന്ദര്യം ഉണ്ടാവും. അതിനാണ് ബിസ്മിയെ മനഃപൂർവ്വം മൂന്നാമത് കൊണ്ടിടുന്നത്. എന്താ ബിസ്മി? ലോകത്തിന്റെ നേതാവിനോട് വന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം ഒന്ന് പറഞ്ഞു, ഇഖ്റ, ഓതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, നബിക്കാരി, എനിക്ക് ഓതാൻ അറിയൂല, ഞാൻ ഓത്ത് പഠിച്ച ആളല്ല, എനിക്കൊന്നും അറിയൂല എന്ന് ആ മനുഷ്യൻ തവാളു കാണിച്ചു, വിനയം കാണിച്ചു. എനിക്കൊന്നും അറിയൂല, ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല ലോകത്തിൻ്റെ നേതാവായി മാറ്റപ്പെട്ടത് ആരെയാണ്? ഒന്നിനും കൊള്ളൂല എന്ന് സ്വയം മനസ്സിലാക്കുന്ന അത്രയും തവാളുള്ളൊരു മനുഷ്യനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊന്നും അറിയൂല, ഞാൻ ഓതാൻ പഠിച്ചിട്ടില്ല, ഓതാൻ അറിയൂല എന്ന് ആ മനുഷ്യൻ ആദ്യം പറഞ്ഞു. രണ്ടാമത് ജിബ്രീൽ അലൈഹി സ്വലാം ആവർത്തിച്ചു. ഓതാൻ വേണ്ടി വീണ്ടും പറഞ്ഞപ്പോൾ അറിയൂല എന്ന് ആവർത്തിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വേദനിപ്പിക്കുകയാണ് ആ മനുഷ്യനെ. ആ വേദനയിൽ ആ മനുഷ്യൻ നിരുപിരി കൊള്ളുമ്പോഴും പറഞ്ഞു, എനിക്കൊന്നും അറിയൂല. തവാളു കാണിച്ചു. പിന്നീട് പഠിപ്പിക്കാൻ വന്ന ആളോട് തവക്കുൽ കാണിക്കുകയാണ്. മൂന്നാമതാണ് പറഞ്ഞത്, ഇഖ്റ, നബിയെ നിങ്ങൾ ഓതുക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതായത് ബിസ്മിക്ക് മുമ്പ് നീ ഒന്നുമല്ല, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നീ യോഗ്യനല്ല, യോഗ്യൻ ആര് മാത്രമാണ്? രാജാധികാരിയായ തമ്പുരാൻ മാത്രമാണ് എന്ന് പറയുന്ന രഹസ്യമാണ് ബിസ്മിയുടെ രഹസ്യം. ബാബിനെ അവിടെ പറയുന്നത് ഏതാണ്? അത് ബാബാണ്. ശരീർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് എന്ന് പറയുന്ന മാണിക്യ കൊട്ടാരത്തിൽ കിടക്കുന്ന കട്ടിലാണ് ബിസ്മി എന്നാണ് ബിസ്മി മഹാന്മാർ പറയുന്നത്. ഇച്ചമസ്താൻ പറയുന്നത് ബാഇനെ മദീന എന്നും പറയുന്നുണ്ട്. ബാഇനെ മറിച്ചിട്ടാൽ മനോഹരമായ മദീന മുനവ്വറയെയും അത് വിശദീകരിക്കുന്നു എന്നാണ്. ബിസ്മിയുടെ രഹസ്യത്തെ മനസ്സിലാക്കി ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ബിസ്മി മതി ഒരു ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പടച്ചോനെ ഞാനൊന്നുമല്ലല്ലോ റബ്ബേ, എല്ലാം നീയാണല്ലോ എന്ന് പറയുന്ന മനോഹരമായ തവാദുൽ നിന്ന് ഉൾത്തിരിയേണ്ട പുഷ്പമാണ് ബിസ്മി. അപ്പോഴാണ് ബിസ്മിയുടെ തുടക്കത്തിന്റെ രഹസ്യം നമ്മിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അതിനാണ് ബിസ്മിയെ നമ്മൾ മൂന്നാമത് ബിസ്മില്ലാ ബിസ്മില്ലാ बरकतों का पैगाम मिले कहने से, ला इलाहा इल्लल्लाह। रहमतों का सलाम मिले बस कहने से, बिस्मिल्लाह। मेरे नाम से शुरू हुआ, मेरे नाम पे खत्म लिला। बिस्मिल्लाह 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 बिस्मिल्लाह
शाहे नूर मोहम्मद नबी त्वाहा ताज मदीना रे शाहे नूर मोहम्मद नबी त्वाहा ताज मदीना रे സുരപതി രാജരെ സമദിൻ മുത്ത് ഹബീബരെ സുരപതി രാജരെ സമദിൻ മുത്ത് ഹബീബരെ യാ ബശീർ യാ റസൂൽ യാ മൗലാ യാ നബി യാ ബശീർ യാ റസൂൽ യാ മൗലാ യാ നബി ഷാഹേ 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 നൂർ മുഹമ്മദ് നബി ത്വാഹാ താജ് മദീന രെ ഷാഹേ നൂർ മുഹമ്മദ് നബി ത്വാഹാ താജ് മദീന രെ മുഖ്യ ഖുറൈശി പൂമാലെ തിരു സത്യദീനിൽ തിങ്കളെ മുഖ്യ ഖുറൈശി പൂമാലെ തിരു സത്യദീനിൽ തിങ്കളെ സ്നേഹമല്ലോ ഭൂമുഖം ഖഗഭാവമല്ലോ ജീവിതം സ്നേഹമല്ല ഭൂമുഖം ഖഗഭാവമല്ലോ ജീവിതം ജഗലിൽ കൂരിരുൾ നീക്കിയോ ജഗത്തിൽ വെളിച്ചമായി വന്നവർ ജഗലിൻ കൂരിരുൾ നീക്കിയോ ജഗത്തിൻ വെളിച്ചമായി വന്നവർ ബദറിൽ പേർ തെളിയിച്ചവർ ബദറിൽ ശോഭ പൊങ്ങിയോർ ബദറിൽ പേർ തെളിയിച്ചവർ ബദറിൽ ശോഭ പൊങ്ങിയോർ യാ ബശീർ യാ റസൂൽ യാ മൗലാ യാ നബി യാ ബശീർ യാ റസൂൽ യാ മൗലാ യാ നദീർ ഷാഹേ നൂർ മുഹമ്മദ് നബി ത്വാഹാ താജ് മദീന രെ ഷാഹേ നൂർ മുഹമ്മദ് നബി ത്വാഹാ താജ് മദീന രെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് हिदायत कुछ करम कुछ गिनायत कुछ रहम कुछ हिदायत कुछ करम कुछ हिदायत कुछ करम तोड़िए फरमाइशे जो हो जरा गुंजाइशे ना कोई मजबूर से बरसा तो जा तो नूर है किस लिबा पे मैली पा किसी बात पहली बार दिल से मैंने बिस्मिल्लाह 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 ആ ഹബീബിനെ സ്നേഹിക്കാനാണ് ഈ സദസ്സ്. ഇനി നമ്മൾ ഒരുമിച്ച് പാടാൻ പോവുകയാണ്. ലൈറ്റൊക്കെ കടത്തി ഇൻഷാല്ലാ അടുത്ത സെഷൻ ഇവിടെ കടത്തും. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ഇപ്പം നമ്മൾ ബിസ്മിയെ കൊണ്ടിട്ടിട്ട് അതിനെ കെട്ടിട്ടതൊക്കെ അതിനു വേണ്ടിയാണ്. കുറച്ച് വ്യക്തതകൾ മനസ്സിലാക്കാനാണ്. വെറുതെ അങ്ങ് സ്നേഹിക്കാൻ എന്ന് വിചാരിച്ചാൽ ഒരു പിടുത്തം തരുന്ന സംഭവമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം നമ്മളൊന്ന് കഴുകണം. ഹബീബിനെ നമ്മൾ മനസ്സിലാക്കണം. ബർദ ജോലി മെരിയ മുഹമ്മദ് ലോട്ട് കർമെന്ന് ജാഉം ഖാലി. നബിയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഒന്നിനും കൊള്ളാത്ത ഒരു പാവപ്പെട്ട ഒരു മോശക്കാരൻ വന്നു കഴിഞ്ഞാലും ഒരു മോശക്കാരൻ വന്നു കഴിഞ്ഞാലും നബിയെ, അങ്ങ് അവരെ ഹായിബാക്കി മടക്കൂലല്ലോ നബിയെ. സ്നേഹിച്ചവരെ തിരിച്ച് സ്നേഹിക്കാൻ അങ്ങേക്കാൾ മറ്റാർക്ക് കഴിയും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അതിൽ വലിയ മോശക്കാരാണ് നബിയെ. അങ്ങയുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ.
അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ എവിടെ നിന്ന് സലാം പറഞ്ഞാൽ അങ്ങ് കേൾക്കുമല്ലോ നബിയെ. അതുകൊണ്ട് ഇതാ ഇവിടെ നിന്ന് ഞങ്ങൾ റൂഹിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ യാത്രയാക്കിയാണ് നബിയെ. അങ്ങ് സ്വീകരിച്ചാലും നബിയെ, അങ്ങ് ഞങ്ങളുടെ ഭാണ്ഡക്കെട്ടിൽ സ്വീകരിച്ചാലും നബിയെ. സലാമുൻ അലൈ സലാമുൻ അലൈ സലാമുൻ അലൈ സലാമുൻ അലൈ സലാമുൻ അലൈ സലാമുൻ അലൈ യാ സയ്യിദി യാ ഹബീബി 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 സലാമുൻ അലൈ सबसे ओला वो आला हमारा नबी सबसे वाला वो वाला हमारा नबी सबसे ओला वो आला हमारा नबी सबसे वाला वो वाला हमारा नबी अपने मौला का प्यारा हमारा नबी अपने मौला का प्यारा हमारा नबी दोनों आलम का दोला हमारा नबी या मुस्तफा या मुजतबा या मुस्तफा या मुजतबा खैरुल वरा नूरे खुदा खैरुल वरा नूरे खुदा अब जैसा जगह में कोई नहीं मेरे लोगों के हर कदरे में गूंज लगा भी या रसूल अब तो मेरे फिर्द ज़बागे मेरे लगा है या रसूल मेरे लोगों के हर कदरे में गूंज लगा है या रसूल अब तो मेरे फिर्द ज़बागे मेरे लगा है या रसूल सिद्दीक का नाना या रसूल फारूक का नाना या रसूल उस्मान का नाना या रसूल हैदर का नाना या रसूल हम सब ने पुकारो या रसूल या रसूल या रसूल तेरे नाम के सर को गड़ाओ तेरे नाम के बारी जाओ तेरे नाम के सर को गड़ाओ तेरे नाम के बारी जाओ तेरे नाम से जन्नत पाओ तेरे नाम से जन्नत पाओ तेरे साथ मैं जन्नत जाओ मेरे लगोंगे हर कदरे में गूंज लगा मैं या रसूल अब तो मेरे फिर्द ज़बागे मेरे लगा है या रसूल मेरे लगोंगे हर कदरे में गूंज लगा मैं या रसूल अब तो मेरी फिर्द ज़बागे मेरे लगा है या रसूल आपकी का शान है आका बोलता कुरान है आका आमिना का जान है आका वर्ज़े सुबहान है आका नारियों का नूर का दिल जल लगाता नूर का नारियों का नूर का दिल जल लगाता नूर का तुमको देखा हो गया ठंडा खलेजा नूर था तुमको देखा हो गया ठंडा खलेजा नूर था उमर 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 नबी का लब पर जो जिक्र है पे
قلبي غير الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله نور محمد صلى الله لا إله إلا الله رسول الله حبيب الله رسول الله حبيب الله ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ തേരെ കുർബാൻ പ്യാരെ മുഹമ്മദ് ഇറഹാഹു മുझे भी संभालो तेरे कुर्बान प्यारे मोहम्मद इरगाहु मुझे 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 भी संभालो ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ചതേല तेरे कुर्बान प्यारे मोहम्मद इरगाहु मुझे भी संभालो तेरे कुर्बान प्यारे मोहम्मद इरगाहु मुझे भी संभालो हस्बी रब्बी जल्ल अल्लाह ما في قلبي غير الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله نور محمد صلى الله لا إله إلا الله رسول الله حبيب الله رسول الله حبيب الله ये खत में रसूल मक्की मदनी कोने में तुम सा कोई नहीं ये खत में रसूल मक्की मदनी कोने में तुम सा कोई नहीं या കവിളകമിൽ മരതക തരിയും തേനാറൊഴുകും ആ സ്നേഹവനീയ കവിളകമിൽ മരതക തരിയും തേനാറൊഴുകും ആ സ്നേഹവനീയ खत में रसूल मक्की मदनी कोने में तुम सा कोई नहीं ये खत में रसूल ഇനി ഒരുമിച്ച് പാടാം പാടല്ലേ ഇനി ലേറ്റ് കിടത്തി വിടല്ലേ ഇവിടെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഈ കോഴിക്കോടിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ അവരിലും പരിപാടിയുടെ ഇവിടുത്തെ പ്രചരണം കൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്ക് മജ്‌ലിസ് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ദൂരത്ത് വന്ന ആളുകളൊക്കെ കൂട്ടത്തിലുണ്ട് വന്നവർ കുറേ സംസാരിച്ചു ഒരാളുകൾ മെസ്സേജൊക്കെ അയച്ചിരുന്നു അതൊക്കെ ഒറ്റ ലക്ഷ്യമുള്ള എന്താ ലക്ഷ്യം ഹബീബിനെ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഞങ്ങളെ പാട്ട് കേൾക്കാനില്ലാന്ന് നിങ്ങളെക്കാളും കൂടുതൽ ഞങ്ങൾക്കറിയാം
ഹബീബിനെ കേൾക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആവണം, എന്നാൽ രക്ഷപ്പെട്ടു. മൻസൂർനാണ്ട് പാട്ട് കേൾക്കാമെന്ന് മുറാദാണെങ്കിൽ ആരും ഇവിടെ ഇരിക്കണ്ട, നിങ്ങൾ ഇന്നെ ആശാക്കരുത്. അള്ളാഹിൻ്റെ ഹബീബിനെ കേൾക്കാനാണെങ്കിൽ അൽഹംദുലില്ലാ മെച്ചപ്പെട്ടു. അതാണ് കാര്യം. അള്ളാഹിൻ്റെ ഹബീബിനെ വെറുതെ അങ്ങ് സ്നേഹിക്കാൻ പറ്റില്ല. സ്നേഹിച്ചതിനെ സ്നേഹിക്കണം. അതിന് വലിയ മാർഗമാണ് മദീന. മതി മതി മതി, ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് മതി, ഞങ്ങൾ മദീന, ഞങ്ങൾക്ക് മദീന മതി. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട് കഅബ പിടിച്ചടക്കി മനോഹരമായ ആ നിമിഷം കഅബത്തിനിങ്ങനെ ചുറ്റുവട്ടമിട്ട് കഅബ ശുദ്ധികലശം ചെയ്തിങ്ങനെ നിൽക്കുന്ന സമയം, മനോഹരമായ ആഘോഷത്തിന് സമയത്ത് ഹബീബ് ചോദിച്ചു, മദീനക്കാരെ കൂട്ടത്തിൽ കാണുന്നില്ലല്ലോ, മദീനക്കാരെവിടെ? അപ്പൊ പറഞ്ഞു, നബിയെ കുറച്ച് അപ്പുറത്തുണ്ട്, അവർ മാറി നിൽക്കുന്നു, എന്തു പറ്റിയെന്നറിയില്ല. ഒരു സങ്കടം കണ്ടാൽ, അനുയായികളുടെ സങ്കടം കണ്ടാൽ ആ തിരക്കിനിടയിൽ നേതാവ് പോയി ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? സ്നേഹത്തിന് നിറകുടമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി ചോദിച്ചു, വലിയ അഭിമാനം നടക്കുന്ന സമയത്തും മാറി നിൽക്കുന്നവരടുത്ത് പോയി ചോദിച്ചു, എന്തു പറ്റി മദീനക്കാരെ നിങ്ങൾക്ക്? നബിയെ ഒന്നുമില്ല നബിയെ. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഇങ്ങനെ നിമിഷത്തിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ നബിയെ? നിങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് സന്തോഷമാവാതിരിക്കോ? നിങ്ങളുടെ പുഞ്ചിരി ഞങ്ങൾക്ക് കണ്ടാൽ പോരെ നബിയെ? നിങ്ങൾ ഏതായാലും നാട് തിരിച്ചു വിളിച്ചല്ലോ, പക്ഷേ ഇനി നിങ്ങൾ മദീനത്തേക്ക് തിരിച്ചു വരുമെന്ന് ഓർത്ത് ഞങ്ങൾക്ക് സങ്കടമാണ് നബിയെ. അത് കേട്ടപ്പോഴേക്കും ഹബീബ് അവരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനു സങ്കടപ്പെടണം? ഞാൻ മദീനക്കാരനാണ്, ഞാൻ അന്ന് എന്നും മദീനക്കാരനാണ്. ഞാൻ മദീനയുടെ മണ്ണിനെ സ്നേഹിക്കുന്നു. ആ മണ്ണിനെ ആര് സ്നേഹിക്കുന്നുവോ അവരെ ഞാൻ സ്നേഹിക്കും. ആ മണ്ണിനെ ആര് മറക്കുന്നുവോ അവരെ ഞാൻ മറക്കും. എൻ്റെ പ്രാണനാണ് മദീന എന്നാര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഈ കോഴിക്കോടിന്റെ സർഗലയത്തിന്റെ മണ്ണിൽ നിന്നും ഹബീബിനോട് നമുക്ക് പറയാനുള്ളത്, നബിയേ ഞങ്ങൾ വെറുതെയെങ്കിലും, യോഗ്യരല്ലെങ്കിലും വെറുതെയെങ്കിലും മദീന മണ്ണിലേക്ക് ഞങ്ങളൊന്ന് ഞങ്ങളുടെ ചിന്തയെ കൊണ്ടിട്ടോട്ടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സ് ഒന്നടങ്കം പാടുക, മദീനയെ വാഴ്ത്തി പാടുക. മദീന 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 മദീന. പോരാ പോരാ, ഇതും പോരാ. ഇങ്ങളെല്ലാവരും പാടെ ഒരുമിച്ച് കൂടിയതാവൂല ശബ്ദം എന്ന് ഇങ്ങക്ക് തന്നെ അറിയാം. നമ്മൾക്ക് ഇൻകിലാബ് വിളിക്കാൻ ഹബീബിൻ്റെ നാടിൻ്റെ പേരില്ലാതെ വേറെ ഏതാ നമുക്കുള്ളത്? അതിന് മടി എന്തിനാ? ഉസ്താദ്മാരാവും, സെക്രട്ടറിയാവും, പ്രസിഡൻ്റാവും, ഒക്കെ നെലിയും വിലൊക്കെ ഉണ്ടാവും. നെലിയും വിലൊക്കെ ആ പഠിക്ക വെക്കുക, അങ്ങോട്ട് കയറുക, ഇഷ്ക് നിറക്കുക. ഇവിടെ എന്താവണം? ഒന്നിനും കൊള്ളാത്ത ചെറിയ മക്കളുണ്ടല്ലോ, ഈ കടിയിലൊക്കെ ചെന്നാൽ ഇപ്പാൻ്റെ തുണിക്കോന്തല പിടിച്ചിട്ട് കിൻഡർ ജോയ് വാങ്ങി തന്നില്ല, വാപ്പാന് 4 വലിയുണ്ട്, എനിക്ക് വാങ്ങിക്കാട്ട് എന്ന് പറയുക കെഞ്ചല്. അതുപോലെ കെഞ്ചണം ആരെ മുന്നിൽ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന് മുന്നിൽ. അപ്പൊ പൊട്ടി പൊട്ടി പറയണം, മദീന മദീന മദീന. എനിക്ക് കേൾക്കായിയാണോ അതോ? മദീന 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 മദീന. എൻ്റെ പ്രാണനാണ് മദീന, എൻ്റെ പ്രേമമാണ് മദീന, എൻ്റെ പ്രാണനാണ് മദീന, എൻ്റെ പ്രേമമാണ് മദീന, എൻ്റെ പ്രതീക്ഷയും മദീന. മദീന 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 മദീന. അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ്, അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ്,
എൻ്റെ ആശയാണ് മദീന, എൻ്റെ ശ്വാസമാണ് മദീന, എൻ്റെ ആശയാണ് മദീന, എൻ്റെ ശ്വാസമാണ് മദീന, എൻ്റെ വിശേഷവും മദീന, മദീന 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 സിദ്ദീഖുറങ്ങും ചാരേ ഉമറും അരികിലില്ലേ, സിദ്ദീഖുറങ്ങും ചാരേ ഉമറും അരികിലില്ലേ, ഒന്ന് കാണണം മദീന, കണ്ണ് നിറയുവാൻ മദീന, ഒന്ന് കാണണം മദീന, കണ്ണ് നിറയുവാൻ മദീന, കൊതി തീരുവോ മദീന, മദീന 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 എൻ്റെ പ്രാണനാണ് മദീന, എൻ്റെ പ്രേമമാണ് മദീന, എൻ്റെ പ്രാണനാണ് മദീന, എൻ്റെ പ്രേമമാണ് മദീന, എൻ്റെ പ്രതീക്ഷയും മദീന, മദീന 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 നേതാവുറങ്ങും തോപ്പ്, നേട്ടം സുവർഗച്ചേപ്പ്, നേതാവുറങ്ങും തോപ്പ്, നേട്ടം സുവർഗച്ചേപ്പ്, മുത്തിൻ്റെ ദേശം മദീന, മുഹബത്ത് വാണം മദീന, മുത്തിൻ്റെ ദേശം മദീന, മുഹബത്ത് വാണം മദീന, മധുവേ മധു മദീന, മദീന 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 ക്ഷണം നേടിപ്പോയിടാനൻ നബിയർ വിളിച്ചുവെങ്കിൽ, ക്ഷണം നേടിപ്പോയിടാനൻ നബിയർ വിളിച്ചുവെങ്കിൽ, മനമാകനൂറ് മദീന, മധുരം നിറച്ച മദീന, മനമാകനൂറ് മദീന, മധുരം നിറച്ച മദീന, മധുവേ മധു മദീന, മദീന 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 എൻ്റെ പ്രാണനാണ് മദീന, എൻ്റെ പ്രേമമാണ് മദീന, എൻ്റെ പ്രാണനാണ് മദീന, എൻ്റെ പ്രേമമാണ് മദീന, എൻ്റെ പ്രതീക്ഷയും മദീന, മദീന 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 ആ മദീനയെ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരാളെ പറയാതെ പൂർണ്ണാവില്ല. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്
ഇന്ത്യ ഇന്ന് ആര് ഭരിച്ചാലും, മുന്നേ ആരെല്ലാം ഭരിച്ചു പോയാലും, ഇനി ആരെല്ലാം വന്നാലും, ഇന്ത്യയുടെ എന്നത്തെയും സുൽത്താൻ ആരാണ്? അത് ഖാജയാണ്, അത് ഖാജയാണ്, അത് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. അത് ഖാജയല്ലാതെ മറ്റാരാണ്? എന്റെ പ്രത്യേകത എന്താ? മദീനയിൽ നിന്ന് വന്നതാ. മദീനയിൽ നിന്നും വിളി വന്നിട്ട് ഇവിടെ എത്തി. എന്തിന്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്കിന്റെ നൂർ, ആ നൂറിന്റെ പ്രകാശത്തിന്റെ ലാഞ്ചനയുടെ മധുരമാർന്ന സുഗന്ധത്തിന്റെ ലേപനം പുരട്ടിക്കൊണ്ട് 92 ലക്ഷത്തിലേറെ ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന എക്കാലത്തെയും വലിയ മഹാൻ ബഹുമാനപ്പെട്ട ഖാജ. 92 ലക്ഷം എന്ന് പറഞ്ഞ കണക്കാണ്. കണക്കിനും അപ്പുറത്ത് എത്ര? എന്താ പ്രത്യേകത? പ്രകാശം കണ്ടാൽ പാറ്റകളും പൂമ്പാറ്റകളും പാറിക്കളിക്കാൻ ചുറ്റിട്ട് ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ ഓടി വരുന്ന പോലെ ഖാജ ഒരു സ്ഥലത്തിരുന്നാൽ ആളുകൾ ഇങ്ങനെ വട്ടം കൂടി വരുന്നത്ര. ഒന്ന് കണ്ടാ മതി, ഒരൊറ്റ കാഴ്ച ആ മനുഷ്യനൊന്ന് കണ്ടാ മതി. കാണുമ്പോഴേക്കും ഏത് തമ്മാടിയാണെങ്കിലും ഏത് മോശക്കാരനാണെങ്കിലും ഖാജയെ കേൾക്കാൻ കൊതിക്കും. ഖാജയെ കേട്ടാൽ പിന്നെ ആനന്ദമാണ്, പരമാനന്ദമാണ്. കാരണം ഖാജ വിലസിക്കുന്നത് ഏതിലാണ്? അത് മനോഹരമായിട്ടുള്ള അല്ലാഹുവിന്റെ ഫന്നിലും ഫനായിലുമാണ്. ആ മനുഷ്യന് ഇഷ്കങ്ങട് നിറച്ചു. ഇഷ്കങ്ങട് നിറച്ചപ്പോഴോ അത്ഭുതമല്ല, പരമാത്ഭുതം നടത്തി. എന്തേ കാരണം? ഇഷ്കുള്ള ഒരാൾ ഇരുന്നാ മതി. ഇഷ്ക് സ്വാഭാവികമായിട്ട് പകരും. അവരുടെ കൽബിൽ അള്ളാഹുവിനോടും ഹബീബിനോടും പ്രേമമാണ്. അവർക്കും അള്ളാഹുവിനോട് ഹബീബിനോടും ഇഷ്ടം കാട്ടിക്കൂട്ടലല്ല, പ്രേമമാണ്. പ്രേമിക്കുന്ന ഒരാളെ കിട്ടിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങോട്ട് കൂടെ കൂടിക്കൊടുത്തു. പിന്നെ നടന്നത് അത്ഭുതമാണ്. ഖാജ, അങ്ങയിലേക്ക് ഞങ്ങൾ ഇതാ അങ്ങയുടെ ഓർമ്മ പുതുക്കുകയാണ്. എന്തിന്? ഞങ്ങൾക്ക് ഞങ്ങൾ ഹബീബിനെ വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയെ പറയാതെ ഹബീബ് ഞങ്ങൾ സ്വീകരിക്കില്ലല്ലോ. അങ്ങയാണ് ഞങ്ങളുടെ അടുത്ത പ്രതീക്ഷ. അതുകൊണ്ട് സലാം കഹനാ, മേരാ സലാം കഹനാ. അജ്മീരിൽ വാഴും രാജാ, മുഈനുദ്ദീൻ ഖാജ, അഹദിൻ വലി സിറാജ, അറബി ബിലാദി തേജ, യാ ശൈഖ് മുഈനുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ, മുഈനുദ്ദീൻ ഖാജ. അജ്മീരിൽ വാഴും രാജാ, മുഈനുദ്ദീൻ ഖാജ. അജ്മീരിൽ വാഴും രാജാ, അഹദിൻ വലി സിറാജ, അറബി ബിലാദി തേജ, അഹദിൻ വലി സിറാജ, അറബി ബിലാദി തേജ. യാ ശൈഖ് മുഈനുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ, മുഈനുദ്ദീൻ ഖാജ. അജ്മീരിൽ വാഴും രാജാ, സഞ്ചരിൽ ജാതനായി ശൈഖുൽ ഹിന്ദ് ഖാജ, അജ്മീർ ഖാജ. ഫിഖ്ഹും ഹദീസും ഫന്നും ഇൽമാൽ കോർത്ത രാജാ, അജ്മീർ ഖാജ, അജ്മീർ ഖാജ. ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ അജ്മീർ ഖാജ. ശൈഖ് മുഈനുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ, മുഈനുദ്ദീൻ ഖാജ.
राजा गम गम बगरी मगरी रे सनि स सरि स सरि सरि गम पा धीरन धीरन नन धीरन धीरन नन धीरन धीरन नन धीरन नन गम बधम मगरी मगरी रे सनि स सरि सरि गम पा धीरन धीरन नन धीरन धीरन नन धीरन धीरन नन धीरन नन രാത്രി ദിന താനാന രാത്രി ദിന താനാന രാത്രി ദിന താനാന രാത്രി ദിന രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന രാത്രി ദിന താനാന രാത്രി ദിന താനാന രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന താനാന രാത്രി ദിന താനാന രാത്രി ദിന തനാന രാത്രി ദിന തനാന സാനി ഗമ നിസ മഗരി സദാ രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന തനാന രാത്രി ദിന കണ്ണാൽ കണ്ണ ഖവാജ അജ്മീർ ഖവാജ ഖൽബാലെ ഇഷ്കാലെ പുളകം പൂണ്ടു ഖവാജ अजमेर ख्वाजा अजमेर ख्वाजा 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 अजमेर ख्वाजा ख्वाजा अजमेर ख्वाजा ख्वाजा अजमेर ख्वाजा ख्वाजा अजमेर ख्वाजा मोइनुद्दीन अजमेर वाळुम राजा मोइनुद्दीन ख्वाजा अजमेर वाळुम राजा പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന പിണ്ടവാസേതം ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻമലരെ ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻമലരെ ജഗരാജ ശരഫൊളി റോജ രാജ ശരഫൊളി റോജ ജഗരാജ ശരഫൊളി റോജ രാജ ശരഫൊളി റോജ തനൂരേദം നൂർ തനൂരേദം നൂർ തനൂരേദം നൂർ തനൂരേദം പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന ആ പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന ആ പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന പിണ്ടവാസേതം ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻമലരെ ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻമലരെ ബുലാനോ യാ ഖവാജ ബുലാനോ യാ ഖവാജ ബുലാനോ യാ ഖവാജ ബുലാനോ യാ ഖവാജ दुनियादारे बोल गया मैं अल्लाह की मस्ती में अल्लाह के मस्ती में अल्लाह के मस्ती में जान सवेरा फिर दावूम के अपने मुगीन के बस्ती में अपने मुईन के बस्ती में अपने मुईन के बस्ती में नूर नु बदलिल नूरोली मातम നൂറിനു ബദലിൽ നൂറൊളി മാത്രം नूर नु बदलिल नूरोली मातम നൂറിനു ബദലിൽ നൂറൊളി മാത്രം दो जगरा जातम ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻമലരെ 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 ഹോജ പൂമലരെ दिक्कजुमेरिले तेन मलरे
ആ പ്രേമത്തിന്റെ അതിര് വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പോ അത് തിരിയാത്തവൻ പറയും അവർക്ക് പിരാന്താണ്. ഇവിടെ വന്നവർ പറഞ്ഞാണ് രണ്ട് പിരാന്തിന് പാട്ട് പാടണം. പിരാന്ത് പാട്ട് വെറുതെ പാടി പോയത് പറയും, മൂപ്പര് വന്നിട്ട് പിരാന്ത് സമ്മതിച്ചു പോയി എന്ന് പറയും. പക്ഷെ വെറുതെ അങ്ങോട്ട് പാടാൻ പറ്റില്ല. ഭ്രാന്ത് എന്ന് വിളിക്ക് ഒട്ടുമിക്ക അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളും വിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ഇത് കാരണം? അത് മനസ്സിലാക്കാത്തോണ്ടാണ്. ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹു നമുക്ക് പാടണം. ഉവൈസ് എന്നവരെയും പാടാത്തൊന്നും ഇഷ്ക് പൂർത്തിയാവൂല. പക്ഷെ അത് പാടുന്ന മുമ്പ് ഇത് പാടുന്ന അവസ്ഥ മനസ്സിലാക്കണം. നിൽക്കാം അള്ളാഹുവിനെയും ഹബീബിനെയും അതിരുവിട്ട് സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിന്റെ ലാഞ്ചനയിൽ അവർ സഞ്ചരിക്കുന്നു എന്ന് കാണുമ്പോഴേക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കാണുമ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിരാന്തിന് സ്റ്റിക്കർ ഒട്ടിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കടൽ കാണാം. കടലിൽ ഇപ്പോഴും തിരമാല അടിക്കുന്നുണ്ടാവും, ഉറപ്പല്ലേ? കടൽ തിരമാല അടിക്കുന്നുണ്ടാവില്ല എന്ന് തോന്നുന്ന കയ്യൊന്തിക്കാൻ പറ്റും ആർക്കേലും? ഇപ്പൊ കടൽ തിരമാല അടിക്കണ്ടാവുന്ന അഭിപ്രായം കൈന്തിച്ചാണ്. ഇപ്പൊ കടൽ തിരമാല ഉണ്ടാവുന്ന അഭിപ്രായം ഒരു കൈന്തിച്ചാണ്. ഞാൻ പറയാം, മടിയൊക്കെ അവിടെ ആ വാതിലേക്ക് ഒഴിച്ച് മടിയൊക്കെ വാതിലേക്ക് അയച്ചു വെച്ചിട്ട് നമ്മൾ പോകുന്നത് എന്തിന്? അള്ളാനെ ഹബീബിനെ സ്നേഹിക്കാൻ, മുഹമ്മദ് മുസ്തഫ. അപ്പൊ കടലിൽ ഇപ്പോൾ തിരമാല ഉണ്ടെന്ന് ഉറപ്പുള്ള കൈന്തിച്ചാണ് താജിക്കോളിയ. അപ്പൊ നമുക്ക് ഉറപ്പാണ് കടൽ എന്തുണ്ട്, തിരമാല ഇല്ലേ? നമ്മൾ കണ്ടുകണില്ല. ഇപ്പൊ കടലിനോട് നമ്മളതിന് പറയോ, കടലേ, കോഴിക്കോട് ബീച്ചിലെ കടലേ, ഇവിടെ അവസാനത്തെ കാഴ്ചക്കാരൻ ഞാനും കൂടി പോവുകയാണ്, ഇനി ചൊന്ന് റെസ്റ്റ് എടുത്തു നമ്മൾ കടലിനോട് പറയോ? അത് പറയണ നമ്മളോട് എന്താ പറയുക ആൾക്കാർ? എനിക്ക് പിരാന്ത ചെങ്ങൈ കടലിച്ച് പറഞ്ഞു നിൽക്കുന്ന സാധനമാണ് ചോദിക്കും. ശരിയല്ലേ? എന്നാലേ ചന്ദ്രൻ അല്ലെ രാത്രി അടിക്കുന്ന മനോഹരമായ കാറ്റ് വിചാരിക്കുകയാണ് ആൾക്കാരെ ഉറക്കത്തിൽ. ഏതൊർക്ക് ഒഫിലത്തിലായിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ട് ശ്രദ്ധയില്ലാതെ. അതുപോലെ ആൾക്കാർക്ക് ഉറങ്ങണേ. ഞാനിപ്പോ ആർക്കും വേണ്ടി കാറ്റടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കാറ്റ് മുടങ്ങുണ്ടോ? ഇല്ല. ചന്ദ്രൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അതെന്താ കാരണം? കാറ്റിനെയും ചന്ദ്രനെയും ആ പണി ഏൽപ്പിച്ചത് ആരാണ്? അല്ലാഹുവാണ്. ചന്ദ്രൻ ആര് കണ്ടാലും ഇല്ലെങ്കിലും, കടൽ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കടൽ തിരമാലടിക്കും, നമുക്ക് ഉറപ്പാണ്. കാരണം അവരാ പണി ഏൽപ്പിച്ചത് ആരാണ്? അല്ലാഹുവാണ്. ഇനി ഇങ്ങോട്ട് വരിക, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളാരും ഇവിടെ കേൾക്കാനില്ല. ഒരാൾ ഇവിടെ ഞാൻ ഒറ്റക്ക് ഇവിടുന്ന് പാടിയാൽ എന്താ പറയാ? ഞാൻ ഒറ്റക്ക് ഇത്രയും നേരം പാട്ട് ഞാൻ ഒറ്റക്ക് പാടിയാൽ എന്തേ കാര്യം പറയാ? ആ ആണ്ടില്ല മൂപ്പർക്ക് എന്താണ്? പിരാന്താണെന്ന് അറിയാം. കടലിനെ അള്ളാഹു ഏൽപ്പിച്ച പണിയാണ് അള്ളാഹുവിനെ ഹബീബിനെ പറയുക, അവർക്ക് വേണ്ടി ചലിക്കുക, കടലിനെ കടൽ ചെയ്യണു. പക്ഷെ പാടാൻ കഴിയുന്നവൻ, എഴുതാൻ കഴിയുന്നവൻ, ചിന്തിക്കാൻ കഴിയുന്നവൻ ഒറ്റക്കിരുന്നാലും ആരും കേൾക്കാനില്ല. എൻ്റെയും റബ്ബിൻ്റെയും രഹസ്യം എന്നോണം അത് ചെയ്യുമ്പോൾ നമ്മൾ പിരാന്തെന്ന് വിളിച്ചാലും വിളിക്കണോൻക്കാണോ പിരാന്ത്? ഓൻക്കാണോ പിരാന്ത്? അതാണ് ആ ഭാഗം. ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. ഇന്നെ എന്ത് വിളിച്ചാലും കണ്ടില്ല നബിയെ, അങ്ങയോട് എനിക്ക് പ്രേമമാണ് നബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഏറ്റവും കൂടി കിടത്തട്ടാ, ഈ ഏറ്റവും കൂടി കിടത്ത സംഘടകർ ബുദ്ധിമുട്ടില്ലെങ്കിൽ എങ്ങനെ എൻ്റെ സംഭവം ഒന്നും അറിയില്ല. ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്. ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ, ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ, ഇഷ്കും ഇൽമും
പരമാനന്ദ കുളിരെ ഇഷ്കും ഇൽമും പരമാനന്ദ കുളിരെ ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബത്ത് ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാണേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ കാണുമ്പോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് കോലതെന്ത് ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് കോലതെന്ത് ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബത്ത് ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബത്ത് ഇതുപോലെ ഭ്രാന്തൻ എന്ന് വിളി കേട്ട ആളായിരുന്നു ആര് ഉവൈസ് റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് രണ്ട് പാട്ടുകൂടി അവസാനിപ്പിക്കും. ഉവൈസ് റളിയല്ലാഹു ഒരു പാട്ടും പാടെ പാടി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. കാരണം നാളെ സർഗലുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാനിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉവൈസ് എന്നവരറിയാലോ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമറന്നവരോടും അലിയാരെന്നവരോടും മരിക്കുന്ന മുമ്പ് നിങ്ങൾ ഒരു തവണയെങ്കിലും ആരെ പോയി കാണണം? ഉവൈസിനെ പോയി കണ്ട് ദുആ ചെയ്യിപ്പിക്കണം കേട്ടോ. എൻ്റെ ചോദ്യം അതല്ല. ഉമറന്നവരുടെയും അലിയാരെന്നവരുടെയും ദറജ ഏതാണ്? സദാസമയം അള്ളാഹിൻ്റെ ഹബീബിനോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളല്ലേ. പിന്നെന്തേ അതിനേക്കാൾ ഒരു തവണ പോലും അള്ളാഹിൻ്റെ ഹബീബിനെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ദറജ കൂടി? അത് ഇഷ്കാണ്. അതുകൊണ്ട് തന്നെ ഉമറന്നവര് തൻ്റെ ഉംറ കാലത്ത് അവിടുന്ന് ഒരുമിച്ച് കൂടി ആളുകളോട് ചോദിച്ചു, തൻ്റെ ഭരണകാലത്ത് ഉംറക്കൊന്ന ആളുകളോട് ചോദിച്ചു, യമൻ എന്ന് പറയുന്ന ദേശത്ത് നിന്നൊന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ? ഒന്ന് രണ്ടാളുകൾ എണീറ്റുന്ന അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഖറൻ എന്ന് പറയുന്ന ദേശത്തിലെ ഉവൈസ് എന്ന് പറയുന്ന ആളറിയോ? അപ്പോൾ അതിലൊരാൾ പറഞ്ഞത്രേ, ഞങ്ങൾക്കറിയാം. നിങ്ങളെപ്പോലെ ഒരു മാന്യൻ അന്വേഷിക്കാൻ പറ്റിയ ദറജുള്ള ആളൊന്നുമില്ലല്ലോ. അത് ഒരു ഭ്രാന്തൻ, കോവർ കൈദിയുടെ മൂത്രം മണക്കുന്ന അങ്ങാടിയിലൂടെ പാട്ടും പാടി അലക്ഷ്യമായി നടക്കുന്ന ഒരാളെയാണോ ഖലീഫ ഉമർ അങ്ങ് അന്വേഷിക്കുന്നത്? റളിയല്ലാഹു അൻഹു ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്. ഇത്രയും വലിയ മോശക്കാരൻ നിങ്ങൾ അന്വേഷിക്കുകയോ? അപ്പോഴാണ് ഉമർ എന്നവർ പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. വീണ്ടും പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ആളാണോ എന്നറിയില്ല, ഞങ്ങൾ മക്കളൊക്കെ ഈ മനുഷ്യനെ കല്ലെറിഞ്ഞാട്ടാറുണ്ട്. ഞങ്ങൾക്ക് ശല്യം എന്നോണം ഞങ്ങൾ അയാളെ ആട്ടി ഓടിക്കാറുണ്ട്. മറ്റുള്ളവർ കഴിച്ചിട്ട ഭക്ഷണത്തിൽ നിന്ന് ബാക്കി എച്ചിൽ കഴിച്ചാണ് ഇയാൾ കഴിക്കുക. വൃത്തില്ല നടക്കുന്ന ഒരാളാണ്. ഇവരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇത് കേട്ടതോടുകൂടി ധീരനായ ഉമർ എന്നവരുടെ കണ്ണ് കലങ്ങി തുടങ്ങി. പിന്നീട് ഉവൈസ് എന്നവരെ അന്വേഷിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. ആ പറഞ്ഞ ആളുകളോട് യമൻ എന്ന് പറയുന്ന ദേശത്തിൽ വിജനമായ ഒരു മലമുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു, യാ ഖലീഫ, ഇവിടെയാണ് ആ മനുഷ്യനുണ്ടാവാറുള്ളത്. ഇവിടെ നിന്ന് ശബ്ദം കേൾക്കാം. വിജനമായ ആൾതാമസമില്ലാത്ത മലമുകൾ, കുറ്റിപ്പൊന്തകളും ചെറിയ കുറ്റിച്ചെടികളും മാത്രമുള്ള ആ വരണ്ട പ്രദേശത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് താഴെ നിന്ന് അലിയാരും ഉമറന്നവരും സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ അവിടെ നിന്ന് ഒരാൾ മെല്ലെ സലാം മടക്കി, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മദീനയിൽ നിന്ന് വന്നവരാണ്. ഇത് കേട്ടതോടുകൂടി ആ മനുഷ്യന്റെ നിയന്ത്രണം നഷ്ടമായി. കുഞ്ഞുങ്ങൾ മലഞ്ചെരുവിലൂടെ ഓടിക്കളിക്കുന്ന അതേ ലാഞ്ചനയിൽ ആ മനുഷ്യൻ ധൃതിപ്പെട്ട് ഓടി വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഹബീബിനെ കണ്ടവരാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ മറന്നവരും മര്യാദന്നവരും പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടുണ്ട് നബിയെ. ഇത് കേട്ടതോടുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെയും ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് ഭാഗ്യം ചെയ്ത ആളുകളാണ് നിങ്ങൾ, എന്ത് ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഇത് കേട്ടതോടുകൂടി അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരിൽപ്പെട്ടവരായ അലിയാരുടെ കണ്ണ് കലങ്ങി തുടങ്ങി. ഇതെന്തു പ്രേമമാണ്, ഹബീബ് പറഞ്ഞതിലും അപ്പുറമാണല്ലോ ഇത്, മനസ്സിലാക്കിയതിലും അപ്പുറമാണല്ലോ ഇത്. അപ്പോഴാണ് ഉമർന്നവർ തൻ്റെ കയ്യിൽ ഹബീബ് വഫാത്തിന് മുമ്പ് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു വിരി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് അങ്ങേക്ക് സമ്മാനമായി തരാൻ ഹബീബ് വഫാത്തിന് മുമ്പ് കൊടുത്തതാണ്. ഇത് കയ്യിൽ പിടിച്ചതോടുകൂടി ഉവൈസ് എന്നവർ നെട്ടറ്റൊരു പൂവ് താഴേക്ക് പൊടിഞ്ഞു വീടുന്ന ലാഞ്ചനയിൽ ആ മനുഷ്യൻ താഴേക്ക് നിലം പതിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹബീബ്, ഈ ഫക്കീറിനെയും അങ്ങ് സ്നേഹിച്ചല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിനും കൊള്ളാത്ത ഉവൈസിനെയും അങ്ങ് സ്നേഹിച്ചല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് അത്ഭുതമാണ്. പിന്നീട് വന്ന ആളുകളുടെ അഡ്രസ്സ് ചോദിക്കാൻ നിന്നിട്ടില്ല. ആ വിരിയുമെടുത്ത മലയുടെ മുകളിലേക്ക് തിരിച്ചോടിക്കൊണ്ട് പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ എന്നവരും അലിയാരും പുറകെ ഓടിയപ്പോൾ കണ്ടത് സുജൂദിൽ കിടക്കുന്ന ഉവൈസിനെയാണ്. ഉവൈസ് തൻ്റെ മുതുകിൽ ഹബീബ് കൊടുത്ത വിരിപ്പും വെച്ചിട്ടുണ്ട്. അത് മണ്ണിൽ പതിപ്പിക്കാതെ, ആ മനുഷ്യൻ ഇങ്ങനെ മണ്ണിൽ പതിപ്പിക്കാതെ താഴേക്ക് സുജൂദും ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, അങ്ങന്റെ വികാരമാണ് നബിയെ, അങ്ങേ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞാൻ നാട്ടുകാർക്ക് ഭ്രാന്തനാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ എന്ത് വിളിച്ചാലും എന്നെ എങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങേ മറക്കൂല നബിയെ. അങ്ങ് അത്ഭുതമാണ് നബിയെ, അങ്ങനെ മറക്കരുത് നബി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉവൈസ് എന്നവരെ കണ്ട് ഉമർ എന്നവരും മരിയാരും പൊട്ടിക്കരഞ്ഞിരിക്കുന്ന ചരിത്രം നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഇഷ്കിന്റെ എന്ത് ലാഞ്ചനയാണുള്ളത്. ഈ ചരിത്രം കേട്ടിട്ട് വരെ നമ്മുടെ സ്വന്തം ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ കൽബ് കേടുന്നു പോയി. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കരനങ്ങാടിയിലെ വരും കരൾ പൊട്ടിയയാൾ ചോദിക്കും, മദീനക്കാരുണ്ടോ, മദീനക്കാരുണ്ടോ. അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും. അന്നേരം വാരി പുണരും, ആ കണ്ടടം ചുംബിക്കും. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി. മെലിഞ്ഞുള്ളൊരു മേനിയതാ, മുഷിഞ്ഞുള്ളൊരു വേഷം സദാ. മെലിഞ്ഞുള്ളൊരു മേനിയതാ, മുഷിഞ്ഞുള്ളൊരു വേഷം സദാ. മെഹബൂബരെ തേടും യഥാ, തീർക്കുന്ന ഉവൈസിൻ കഥ. മെഹബൂബരെ തേടും യഥാ, തീർക്കുന്ന ഉവൈസിൻ കഥ. നബിയോടിതവർ പറയും, അന്നേരം നബി മൊഴിയും. നബിയോടിതവർ പറയും, അന്നേരം നബി മൊഴിയും. ഉവൈസന്നിൽ ചേരും, സ്വർഗത്തിൽ കൂട്ടാകും. ഉവൈസന്നിൽ ചേരും, സ്വർഗത്തിൽ കൂട്ടാകും. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി. കരനങ്ങാടിയിൽ വരും കരൾ പൊട്ടിയയാൾ ചോദിക്കും, മദീനക്കാരുണ്ടോ, മദീനക്കാരുണ്ടോ. ഉമ്മാക്കൊരു കൂട്ടാണ്, അകമാകെ നബിയാണ്.
അകമാകെ നബിയാണ്. ഒന്ന് കാണാൻ കൊതിയാണ്, കണ്ടോരെ പ്രിയമാണ്. ഒന്ന് കാണാൻ കൊതിയാണ്, കണ്ടോരെ പ്രിയമാണ്. ഇതെന്തൊരു ഇഷ്കാണ്, ഇഷ്കിൽ സ്വയം മൗത്താണ്. ഇതെന്തൊരു ഇഷ്കാണ്, ഇഷ്കിൽ സ്വയം മൗത്താണ്. കാണാൻ ഫക്കീറാണ്, കരളിനകം നബിയാണ്. കാണാൻ ഫക്കീറാണ്, കരളിൻ്റകം നബിയാണ്. കരനങ്ങാടിയിൽ വരും, കരൾ പൊട്ടിയയാൾ ചോദിക്കും, മദീനക്കാരുണ്ടോ, മദീനക്കാരുണ്ടോ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി. الصلاة على النبي والسلام على رسول الشفيع الأبطغي الحبيب العربي. ഇനി ബുദ്ധിമുട്ടില്ലാത്തവർക്കൊന്ന് എണീറ്റ് നിന്നിട്ട് ഒന്ന് അടുത്ത് വരും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് ചർച്ച ചെയ്ത് അള്ളാഹുവിനെയും ഹബീബിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹിച്ചവരെയാണ്. അള്ളാഹു തആല ഇതൊക്കെ നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. ഇതെല്ലാം കെട്ടിക്കൂട്ടിക്കൊണ്ട് നമുക്ക് ആരെ മുന്നിലേക്ക് അയക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും ഒരുപാട് വിഷയങ്ങളുള്ള ആളുകൾ നമ്മളൊക്കെ. പക്ഷെ നമുക്കൊന്നും ഇതിന് പരിഹാരം എന്താ പെട്ടെന്ന് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാഹു തആല നമ്മുടെ ഖൽബിനെ തുറക്കാൻ ഈ ഒരു സദസ്സ് കാരണമാവട്ടെ. ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും ഒരൊറ്റ ആൾക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബിനെ മനാമിൽ കാണാനുള്ള തൗഫീഖ് അല്ലാഹു തആല തുറന്നു തരട്ടെ. അത് വലിയ ഭാഗ്യമാണ്, അല്ലാതൊന്നും കാര്യമില്ല. വലിയ നേതാവായിട്ട് ഇപ്പോൾ ഞാനായാലും വലിയ പാട്ടിൽ നടന്നിടത്തും ഒരു കാര്യമില്ല. അതൊക്കെ ഇവിടുന്ന് റൂഹ് പോണോട് കൂടി തീർന്നു. അള്ളാഹിൻ്റെ ഹബീബിനെ കാണാൻ ഭാഗ്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമില്ല എന്നർത്ഥം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മദീനത്തേക്ക് പോവാൻ ഇതൊന്ന് ഓളിയം കയറ്റിട്ട് ഓളിയം ഡീലിയം കുറച്ച് കയറ്റികളെ. മദീനത്തേക്ക് പോവാൻ എന്ത് മതി? ഒരാൾക്ക് എത്രയും മദീനത്തേക്ക് പോവാൻ പൈസ മതി. പൈസ ഉള്ള ആർക്കും എന്ത് ചെയ്യാം? മദീനത്തേക്ക് പോവാം. റൗലൻ്റെ മുന്നിൽ നിന്ന് പോയിട്ട് സെൽഫി എടുക്കാം. കണ്ണീരുള്ളവനക്ക് കരയാം. അതിനാരും ആവശ്യം ഇല്ല. പക്ഷേ അള്ളാഹിൻ്റെ ഹബീബ് മനാമിൽ വന്നിട്ട് വിളിച്ച് പോകണമെങ്കിൽ അത് ആൺകുട്ടികൾക്കേ പറ്റുള്ളൂ. അങ്ങനെ എത്ര ആൾക്കാർക്ക് പറ്റി? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വിരുന്നുകാരനായിട്ട് മദീനത്തേക്ക് പോകാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെന്താ കാര്യം? അള്ളാഹിൻ്റെ ഹബീബ് മനാമിൽ വന്നിട്ട് മദീനത്തേക്ക് വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ പോരെ? അൽഹംദുലില്ലാ, അതിന് ഭാഗ്യം അല്ലാഹു തആല നമുക്ക് തുറന്നു തരട്ടെ. അതിന് ഭാഗ്യം തുറന്നു തരട്ടെ. അല്ലാതെ പൈസ ചിലവാക്കി പോയിട്ട് ഉംറ ചെയ്തിക്കണം, ഹജ്ജ് ചെയ്തിക്കണം പറയണേക്കാൾ നല്ലത് പൈസ പാവപ്പെട്ടവർ കൊടുക്കണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. കാരണം അതുകൊണ്ട് നമ്മൾ കിബർ പറയില്ലേ. പകരം അള്ളാഹിൻ്റെ ഹബീബ് ഒന്ന് വിളിച്ചിട്ട് മദീനയുടെ റൗലൻ്റെ അടുത്തേക്ക് പോകണ്ട, ദൂരത്തുനിന്നൊരു നാട്ടൻ, നബിയേ ഞാനിവിടെ എത്തിയിട്ടുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സ്വീകരിക്കണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതി, ആ ഒറ്റ വാക്ക് മതി. പക്ഷെ എന്തു വേണം? അതിന് നമ്മൾ ഹബീബ് വിളിക്കണം. അതിന് ഈ സദസ്സ് കാരണമാണ്. അല്ലാഹു തആല അതിന് വഴി തുറന്നു തരട്ടെ. ഇനി പാടുന്ന ഭാഗം മർഹബയാണ്. കണ്ണടക്കുക. സ്ക്രീന് പ്ലേ ചെയ്യുന്ന ആൾ ബാക്കിൽ റൗള മാത്രം, ബാക്കിയുള്ളവരൊക്കെ കണ്ണടക്കുക. എന്നിട്ട് കൽബിൽ മുറാദ് വെക്കണം. എൻ്റെ ഹബീബ് മനാമിൽ വരണം, മനാമിൽ വന്നിട്ട് മദീനത്തേക്ക് ക്ഷണിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടൊക്കെ മദീനത്തേക്ക് പോകണം. എന്തിന്? എൻ്റെ ഹബീബ് ക്ഷണിച്ചിട്ട് ഹബീബ് വിരുന്നുകാരനായിട്ട് മദീനത്തേക്ക് പോകണം. അതിന് വലിയ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് തരട്ടെ. അതിന് സദസ്സ് കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും മദീനയെ കൽബിൽ വിചാരിച്ച് നമ്മൾ പാടുന്ന ഭാഗം തവസ്സിൽ പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കണം. മേലെ വാനം പൂത്ത ചന്ദ്രൻ എന്തിനാ ഭൂമി
ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ മേലെ വാനം ഭൂതചന്ദ്രൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ ആ മദീന മാത്രം പോരെ ആ മദീന മാത്രം പോരെ സോദരാ അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത യാ നബി സലാം അലൈക്കും മർഹബാ യാ റസൂൽ സലാം അലൈക്കും മർഹബാ യാ ഹബീബ് സലാം അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹ് അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹ് അലൈക്കും മർഹബാ വഹ്ദത്തുൽ വജൂദ് മുത്തും ദേഹമിൽ വീശിയൊടിയും കാറ്റ് പോലും ലങ്കലിൽ വഹ്ദത്തുൽ വജൂദ് മുത്തും ദേഹമിൽ വീശിയൊടിയും കാറ്റ് പോലും ലങ്കലിൽ എൻ്റെ റൂഹിൽ ലങ്ങിന്നൂറ് കത്തുമോ കത്തിയാൽ പിന്നെന്തു വേണം പകരുമോ എൻ്റെ റൂഹിൽ ലങ്ങിന്നൂറ് കത്തുമോ കത്തിയാൽ പിന്നെന്തു വേണം പകരുമോ എൻ്റെ മുത്തേ എന്നെ ചേർത്ത് പീഡിക്കുമോ എൻ്റെ മുത്തേ എന്നെ ചേർത്ത് പീഡിക്കുമോ ആ പിടുത്തം നേടിയാൽ ബദൽ വേണമോ ആ പിടുത്തം നേടിയാൽ ബദൽ വേണമോ യാ നബി സലാം അലൈക്കും മർഹബാ യാ റസൂൽ സലാം അലൈക്കും മർഹബാ യാ ഹബീബ് സലാം അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹ് അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹ് അലൈക്കും മർഹബാ എത്ര സ്നേഹം തന്ന് പകരം വീട്ടണോ എങ്ങനെയാ സന്നിധി ഞാൻ നിക്കണോ എത്ര സ്നേഹം തന്ന് പകരം വീട്ടണോ എങ്ങനെയാ സന്നിധി ഞാൻ നിക്കണോ നാണമാണ് നാണമാണ് സീതി നാവ് പോലും മ്ലേച്ഛമാണ് എന്നിതി നാണമാണ് നാണമാണ് സീതി നാവ് പോലും മ്ലേച്ഛമാണ് എന്നിതി നാമം നൂറ് യാ മുഹമ്മദ് പൂമതി നാമം നൂറ് യാ മുഹമ്മദ് പൂമതി നാൾക്കു നാൾ ചൊല്ലുന്നു ചേർക്കൂ സന്നിധി നാൾക്കു നാൾ ചൊല്ലുന്നു ചേർക്കൂ സന്നിധി യാ നബി സലാം അലൈക്കും മർഹബാ യാ റസൂൽ സലാം അലൈക്കും മർഹബാ യാ ഹബീബ് സലാം അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹ് അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹ് അലൈക്കും മർഹബാ എന്റെ സ്നേഹം സത്യമാണോ ചൊല്ലുമോ വ്യാജമെങ്കിൽ എന്നെയൊന്ന്
അങ്ങിനാമം കേൾക്കും നേരം കണ്ണിനോ കരളിനോ ഒരു മാറ്റമില്ല ഞാൻ മോശമോ അങ്ങിനാമം കേൾക്കും നേരം കണ്ണിനോ കരളിനോ ഒരു മാറ്റമില്ല ഞാൻ മോശമോ കല്ല് പോലുള്ള എൻ്റെ കൽബിനെ കഴുകുമോ കല്ല് പോലുള്ള എൻ്റെ കൽബിനെ കഴുകുമോ എൻ്റെ മുത്തേ എന്നെ ഒന്നെടുക്കുമോ എൻ്റെ മുത്തേ എന്നെ ഒന്നെടുക്കുമോ യാ നബി സലാം അലൈക്കും മർഹബാ യാ റസൂൽ സലാം അലൈക്കും മർഹബാ യാ ഹബീബ് സലാം അലൈക്കും മർഹബാ സ്വലവാതുല്ലാഹി അലൈക്കും മർഹബാ സ്വലവാതുല്ലാഹി അലൈക്കും മർഹബാ മേനവാനം പൂത്ത ചന്ദ്രൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ ആ മദീന മാത്രം പോരെ ആ മദീന മാത്രം പോരെ ആ മദീന മാത്രം പോരെ ആ മദീന മാത്രം പോരെ സോദരാ അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് മർഹബാ മർഹബാ നബിയാ മുഹമ്മദ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ശഫീഉല്ലാഹ് യാ നജിയല്ലാഹ് യാ റഹ്മത്തൽ ലിൽ ആലമീൻ യാ ഇമാമൽ മുത്തഖീൻ യാ 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 റസൂല യാ റസൂല റബ്ബിൽ അർശിൽ ആലമീൻ അല്ലാഹു തആല ഈ സദസ്സിനെ കബൂലാക്കട്ടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെയും അതോടൊപ്പം തന്നെ ഔലിയാക്കന്മാരുടെയും ആരിഫീങ്ങളുടെയും റൂഹ കൊണ്ടും നൂറുത്വ ജല്ലി കൊണ്ടും നിറഞ്ഞ സദസ്സാണ്. ഒരുപാട് സ്വാലിഹീങ്ങളായ ഒളിബരിജാലിങ്ങൾ ജിന്നുകൾ മലക്കുകൾ കൊണ്ട് നിബിഡമായി ഈ സദസ്സിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മളെ എല്ലാവരും അവൻ ഏറ്റെടുക്കട്ടെ. നമ്മുടെ കൽബിൽ നിന്ന് കിബർ എന്ന് പറയുന്ന കൊള്ളിയെ മന്തി എടുത്തുകൊണ്ട് അവിടെ നൂറിന് അള്ളാഹു തആല രഹസ്യമാക്കി ഒളിപ്പിച്ചു വെക്കട്ടെ. അള്ളാഹുവേ ഈ സദസ്സിൽ കൂടിയവർ ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം നീ മൗത്താക്കി തരണേ അല്ലാ, നീ മൗത്താക്കി തരണേ അല്ലാ. ഞങ്ങളെ മയ്യത്ത് കാണാൻ ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും സൂഫിയാക്കളും ഔലിയാക്കന്മാരും തിക്കും തിരക്കും കൂടി വരുന്ന മയ്യത്താക്കി ഞങ്ങൾ മയ്യത്തിൽ നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ മയ്യത്ത് കണ്ടിട്ട് അവരൊക്കെ പറയണം, നിന്റെ ആരിഫീങ്ങൾ ആലിമീങ്ങൾ ഔലിയാക്കളൊക്കെ പറയണം, എന്ത് കടത്താണ് ഈ കിടക്കുന്നത്, ഇങ്ങനെ കിടക്കാനൊരു ഭാഗ്യം വേണമെന്ന് പറഞ്ഞിട്ട് മയ്യത്ത് കണ്ടിട്ട് അസൂയ തോന്നുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിൽ നീ മാറ്റണേ അല്ലാ. ഹബീബ് വരണം മരിക്കുന്ന സമയത്ത്, ഹബീബ് വന്നിട്ട് സലാം പറഞ്ഞിട്ട് യഖ്ലത്തിൽ വന്നിട്ട് അവിടുത്തെ കരങ്ങളെ കൊണ്ട് മനോഹരമായ രീതിയിൽ വെള്ളം കുടിച്ചുകൊണ്ട് യാത്ര പോകണ തൗഫീഖ് നീ തരണേ അല്ലാ. ഒരു തവണയെങ്കിലും ആ പൂമുഖം നീ ഞങ്ങളുടെ സ്വപ്നത്തിലൊന്ന് കാണിച്ചു തരണേ അല്ലാ. ആ പൂമുഖം ഒരു തവണയെങ്കിലും നീ സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ. ഹബീബിന്റെ വിരുന്നുകാരായി മദീനത്തേക്ക് യാത്ര പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളെ നടത്തത്തിലും ഇരുത്തത്തിലും എല്ലായിടത്തും ഹബീബും നീയും മാത്രം
മാത്രമാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഉറക്കം ഹബീബിനെ കാണാനുള്ള ഉറക്കമാക്കണേ അല്ലാ. ഞങ്ങളെ ഉണർവ് അല്ലാഹുവിനെയും ഹബീബിനെയും പറയുന്നതിന് വേണ്ടിയുള്ള ഉണർവാക്കണേ അല്ലാ. ഞങ്ങളെ ചലനം അതിനു വേണ്ടി ആക്കണേ അല്ലാ. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരും ഉമ്മമാർ അവരെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്നത് വരെ അല്ലാഹുവിനെയും ഹബീബിനെയും പറയുന്ന തലമുറക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന നിയത്താക്കി അവിടെ നിയത്തിന് നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ കുടുംബ പാരമ്പര്യത്തിന്റെ ഒരു മക്കളെ പോലെ നിന്റെ ദജ്ജാലിന് കൊടുക്കല്ലേ അല്ലാ. ദജ്ജാലിന് കൊടുക്കല്ലേ അല്ലാ. ദജ്ജാലിന്റെ അനുയായികളിലേക്ക് കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളൊക്കെ സമസ്തയുടെ കൊടി പിടിച്ചവരാണല്ലോ. ഹരിഫീങ്ങളുടെ ഔലിയാക്കന്മാരുടെ പാതയായ സമസ്തയുടെ കൊടി പിടിച്ചവരാണല്ലോ. ആ സമസ്തയുടെ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ് തങ്ങളുപ്പാപ്പ പറഞ്ഞ പോലെ ഇമാം മഹദിയിലേക്ക് കൊടി പോകുമ്പോൾ ഞങ്ങളെ മക്കളും അതിൻ്റെ പിന്നിൽ കൂടുന്ന ഇമാം മഹദിക്ക് അംഗബലം കൊടുക്കുന്ന തലമുറയാക്കി ഞങ്ങളുടെ തലമുറയുള്ള മക്കളെ നീ മാറ്റണേ അല്ലാ. ദജ്ജാലിനെ ഞങ്ങളുടെ തലമുറയിൽ നിന്ന് മക്കളെ നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങൾ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള ഞങ്ങളെ നേതാക്കൾ മണിമുത്ത് പോലെ ഞങ്ങളെ കൽബിൽ കൊണ്ട് അടക്കണം ഞങ്ങളെ സയ്യിദന്മാർ നേതാക്കന്മാർ പടച്ചവനെ ഒരു പരീക്ഷണത്തിലും അവർ ഉലക്കാതെ അവർ ഇസ്സത്ത് നീ ഏറ്റി കൊടുക്കണേ അല്ലാ. ആ മഹാന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ജീവിതം ഒരുപാട് കാലം മഹാനുക്ക് നേതൃപദവിയിൽ നിൽക്കാൻ ആഫിയത്തും ഇസ്സത്തും നിഅമത്തും നീ ഏറ്റി കൊടുക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അദദ കുല്ലി അർഫിൻ കതബ യുക്തിബിൽ അബ്ദില്ലാ ബിദീൻ ദഹരി ദാഹിരീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്ക് ഞങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. സർഗലം വിജയിപ്പിക്കണം. ഞങ്ങളൊക്കെ സർഗലത്തൂടെ വളർന്നു വന്ന ആൾക്കാരാണ്. സർഗലും അത്ഭുതമാണ്. അല്ലാഹു തആല അതിൻ്റെ ഫന്നെയൊന്നും നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരുപാട് സദസ്സിന് മുഅ്മിനീങ്ങളോട് ഒരുപാട് ദുആ ഏറ്റുവന്ന ആളുകളാണ്. അവിടെയൊക്കെ മുറാദ് അല്ലാഹു തആല ഈ സദസ്സിന് അക്കജാ ബർക്കത്തുണ്ട് ആസിലാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇവിടുത്തെ കമ്മിറ്റി ബന്ധപ്പെട്ട കോഴിക്കോട് ജില്ലയുടെ കമ്മിറ്റിക്കും പ്രത്യേകിച്ച് നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പറേറ്റർ എടുത്തു പറയേണ്ടതാണ്. നല്ല സൗണ്ടാണ്. അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഓപ്പറേറ്റിങ്ങിൽ രണ്ടാമത്തെ തവണ നമ്മൾ വേദിയിരിക്കണം. നല്ല മികച്ച സൗണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ജോലിയിലും വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.